ഗർഭം കലക്കിയതാരപ്പ, രാഹുലാണ് എന്റെ അയ്യപ്പ, കൂട്ടുനിന്നതാരപ്പ, കോൺഗ്രസ് ആണ് എന്റെ അയ്യപ്പ. അന്നേ ഞങ്ങൾ പറഞ്ഞതാണ്, കേരളത്തിന് കഴിഞ്ഞ 10 വർഷമായി നട്ടെല്ല് വളയാത്തൊരു മുഖ്യമന്ത്രി, ഒരു ആഭ്യന്തര മന്ത്രിയുണ്ടെന്ന്. അത് അടച്ച് കാരാഗ്രഹത്തിലേക്ക് ഒരു ദിവസം നിന്നെ കൊണ്ട് ആ പൊതിച്ചോറ് ഞങ്ങൾ അവിടം വരെയൊക്കെ എത്തിയോ? ഭയങ്കര വളർച്ചയുള്ളൂ. കുട്ടികള് ഭയങ്കര തന്നെയാണ്, നേട്ടം തന്നെയാണ് കൂടുതലൊക്കെ തന്നെ. അപ്പൊ ഗവൺമെന്റിന് അവിടെ ഒന്നുമില്ല, റോളൊന്നുമില്ല. അവിടെയൊക്കെ പോലെ ഭരിക്കണത് അല്ലേ? അവരുടെ ഭക്ഷണങ്ങളൊന്നുമില്ല, ഗവൺമെന്റിന്റെ ഒന്നുമില്ല. പിന്നെ നമ്മളെന്താ പറഞ്ഞ പീഡനവീരൻ എന്തോ ആയിക്കോട്ടെ, കോൺഗ്രസ് പോലെ എന്തോ തള്ളിയ കോൺഗ്രസിനെ ബാധിക്കുന്ന വിഷയമല്ല. കോൺഗ്രസ് പോലെ ഇതിന്ന് ഓനെ പുറത്താക്കിയതാക്കിയതാണ്. ഓനായി ഓന്റെ പാടായി. അതിനിപ്പോ ഈ വിഷയമുള്ള കാര്യമില്ല, അതിനെക്കുറിച്ച് പറയാനും വന്നല്ല കേട്ടോ. പിന്നെ നമ്മള് പരിമൊക്കെ പറയണല്ലോ എന്നില്ല എനിക്ക് പറയണ. പിന്നെ പീഡനവീരന്മാരൊക്കെ പാടാ വെണ്ണുപിടിയന്മാരും ഇവരൊക്കെ പൊടിച്ചാണ്ട് ഉള്ളത്തിലിടുകയാണെങ്കിൽ നമ്മളെന്തെങ്കിലും സ്ഥലം ഉണ്ടാവില്ല എന്നില്ല എനിക്കറിയണം. ഇതൊക്കെ ഇപ്പൊ എന്തിന്റെ ഭാഗമാണ്, ഏതാണെന്നുള്ളതും എന്താണെന്നുള്ളതും ഒക്കെ നമുക്കറിയാം. അങ്ങനത്തെ ആൾക്കാരൊക്കെ പിടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ജയിൽ, നമ്മളിപ്പോ കേരളത്തിൽ മാത്രം ജയിലൊന്നും പോരാ, കേരളക്കാരെ തന്നെ ഇടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ അറിയാലോ ഇപ്പൊ ഇതിനെ കുറിച്ച്. അത് പോട്ടെ, ഞങ്ങളിപ്പോ പറയാൻ വന്നാന്ന് വെച്ചാല്, പിന്നെ അതിന്റെ മുമ്പ് എനിക്ക് പറയാനില്ലെന്ന് വെച്ചാല്, നമ്മുടെ സുഹൃത്തുക്കളാണ്, നല്ല ബന്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലത് കാണാം. പക്ഷെ അതൊന്നും ഇതിൽ പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഇത് ഈ നല്ല സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്, ഇച്ചിരി സ്ട്രോങ് അങ്ങോട്ടും ഉണ്ടാവും. അത് സ്വീകരിക്കുക. അപ്പൊ നമ്മൾ പറയാൻ വന്നതെന്താ വെച്ചാല്, പിണറായിന്റെ ഞട്ടലിനെ കുറിച്ചിട്ടാണ് ഘോരം ബാധിക്കുന്നത്. അതിനെ കുറിച്ച് നമുക്ക് 2 വർത്താനങ്ങൾ നമുക്കൊന്ന് പറയാം. അപ്പോ PM ശ്രീ പദ്ധതി അറിയേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ. അപ്പോ നമ്മളിപ്പോ പിണറായിന്റെ ഞട്ടലിനെ കുറിച്ച് പറയാട്ടോ. അയാളാണ് പറയുന്നത്, PM ശ്രീ പദ്ധതിയിൽ ആദ്യം പറഞ്ഞത് ഞങ്ങൾ കേരളത്തിൽ അത് സമ്മതിക്കൂല, കേരളം അതിന് ഒപ്പിടൂല, കേരളത്തിൽ ആ പദ്ധതി നടപ്പാക്കാൻ അയക്കൂലെന്ന് പറഞ്ഞു. പിന്നെന്താ സംഭവിച്ചത്? പിന്നെ വളഞ്ഞു അങ്ങനെ ആ മോഡലായി. കുറച്ച് കഴിഞ്ഞപ്പോ കുറച്ച് നാളത്തെ പറഞ്ഞ നട്ടലിന്റെ പറഞ്ഞ നട്ടലാണ് ഇങ്ങനെ വളഞ്ഞ് മോഡൽ ഇങ്ങോട്ട് ആയി വന്നതാണ്. പക്ഷെ അതിലൊരു നിലപാടെടുത്ത് നമ്മളെ ബിനോയ് വിശ്വം, ആ ഓലിങ്ങളെ കൂട്ടത്തിൽ കുറച്ച് നട്ടലില്ല ടീം തന്നെ കേട്ടോ. ഓല ആ കൂട്ടത്തിൽ കുറച്ച് ആൺകുട്ടികൾ ഉണ്ട്, ഇല്ലത് ഓല തന്നെയാണ്. പിന്നെ ഇപ്പോ നമ്മുടെ വെള്ളാപ്പള്ളിന്റെ വിഷയമൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. മറ്റേ പിണറായി വെള്ളാപ്പള്ളിന്റെ മുമ്പിൽ ഏത് കോലത്തിലാണ്, എന്ത് നട്ടലിലാണ് നടക്കുന്നതെന്ന് നമ്മളെല്ലാവരും അറിയുന്ന കാര്യമാണ്. പിണറായിന്റെ വെള്ളാപ്പള്ളിന്റെ മുമ്പിൽ എന്തൊക്കെയാ വളഞ്ഞുകൊണ്ടുള്ളത് ഇപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? പറയാനും എന്തൊക്കെയാണോ അവന്റെ മുമ്പിൽ വെള്ളാപ്പള്ളിന്റെ മുമ്പിൽ പിണറായി വളച്ചു വെച്ചുകൊണ്ടുള്ളത് അനക്കൊക്കെ അറിയുന്ന കാര്യമാണല്ലോ. ഈ അനക്കറിയില്ലെങ്കിൽ എന്റെ ബാക്കിയുള്ളവർക്ക്, എന്റെ സഹാക്കന്മാർക്ക് ഒരുപാട് എല്ലാവർക്കും അറിയാട്ടോ. അനക്കറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്റെ മോശമാണ്, അതെന്റെ മോശത്തിലാണ് സത്യം. അതെന്റെ ബുദ്ധിയില്ലായ്മയാണ്. അത് മറ്റേ പച്ചക്ക് വർഗീയത പറഞ്ഞ്, പച്ചക്ക് മറ്റേ എന്തോ ഒരു ഇംഗ്ലീഷിലെ വാക്കുണ്ടല്ലോ, കൺസൾട്ടേഷൻ. എന്താണ് ഇങ്ങനെ RSS പോലും പറയാറില്ല, അതായത് ഇത്ര പച്ചക്ക് പറയാറില്ല. നമ്മൾ അത്രയും സൗഹൃദ നിലയിൽ കഴിയുന്ന ഒരു നാടാണ് നമ്മളെ കേരളം എന്ന് പറയുന്നത്. ആ നാടിനെ കുട്ടിച്ചോറാക്കേണ്ട രീതിയിലുള്ള പ്രസ്താവനകൾ ഓരോരുത്തർ വന്ന് നടക്കുമ്പോ അതിനെ സപ്പോർട്ട് ചെയ്യാം. സരസ്വതി അതിനെ എതിർത്തൊന്ന് സംസാരിക്കാന്, അതിനെതിർത്ത് അത് ക്യാപ്റ്റനല്ലേ, നിങ്ങളെ ക്യാപ്റ്റൻ അറിയുന്ന ആൾ ഇയാളല്ലേ. ആ ക്യാപ്റ്റൻ അതിനെതിരെ അത് മോശമാണെന്ന് പറയാനുള്ള ഒരു ആർജവല്ല. അതില്ലെങ്കിലും അതിന് സപ്പോർട്ട് ചെയ്യായിരുന്നു. അതിനില്ലാത്ത ആളുകളെ ഞങ്ങളൊക്കെ നട്ടില്ലാത്തോലെന്ന് പറയാം. നട്ടിലില്ലാത്ത വളഞ്ഞു കിടക്കണേ. ഇന്ന് ഇവിടെ മറ്റേ പറഞ്ഞ ആഭ്യന്തരം ഭരിക്കുന്നത് CPM ആണെന്ന പറ്റി പറയുന്നത്. ഞങ്ങൾ പറയും അത് RSS ആണ്, BJP ആണ്. എനിക്ക് എത്ര തെളിവ് കാണിച്ചു തരണം? എത്ര തെളിവ് വരണം? ഇതിന് സമയമില്ലാത്തോണ്ടാട്ടോ മുന്തിരെ. ഇതിന് മറു വീഡിയോ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തരും. നട്ടലിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. നട്ടലിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. പിന്നെ പല ആൾക്കാർക്കും ധാരണയുണ്ട് രാഷ്ട്രീയം നമുക്ക് പറയാൻ അറിയില്ല, രാഷ്ട്രീയം അറിയില്ല എന്നുള്ളതാണ്. ഇതൊന്നും ഈ ഒരു ഇതിന്റെ അടിയിൽ ഇതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ആൾക്കാരെ ട്രോളി കണ്ടു ഇതാക്കിയാണ് ഇങ്ങനെ പോകാൻ രസമായിട്ട് പോകാന്നുള്ള നിലക്കാണ്. കാര്യമായിട്ട് ഇങ്ങോട്ട് വന്ന് പറയുകയാണെങ്കിൽ കാര്യമായിട്ട് തന്നെ ഞങ്ങൾ വരും. എന്തേനെ അപ്പൊ പിന്നെ ഞട്ടലിനെ കുറിച്ച് ഒരുപാട് പറയണ്ടേ. ഞങ്ങൾക്ക് ഇതിന്റെ കമന്റ് തന്നെ വരും, മുന്തിരാജ് പുറത്താക്കണ്ട, ഒരുപാടുണ്ട് കേട്ടോ. ഈ വിഷയത്തിൽ ഇപ്പൊ ബാലൻ പറഞ്ഞ വിഷയത്തിൽ CPM-ല് ഒരുപാട് അഭിപ്രായങ്ങളാണ്. ഗോവിന്ദൻ ആദ്യം തള്ളി, LDF കൺവീനർ ആദ്യം തള്ളി. എന്താ പറഞ്ഞത്, അത് പാർട്ടിന്റെ അഭിപ്രായമല്ലെന്ന് പറഞ്ഞത്. പച്ചക്ക് വർഗീയത വളർത്താൻ ഇവിടെ ഇപ്പൊ ആ മാറാട് എടുത്തേണ്ട ഒരു ആവശ്യമല്ല. ആ ഒരു രംഗയല്ല 10-20 കൊല്ലം മുമ്പ് കഴിഞ്ഞ കേരളം
അതായത് ഓർമ്മയിൽ പോലും വരാൻ ആഗ്രഹിക്കാത്ത ഒരു സംഭവം കൊടുത്തിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ 2 മാസം മുന്നെടുത്തിടാന്ന് പറഞ്ഞിട്ട് അതിന്റെ ചർച്ച അതിൽ കൂടി ഇങ്ങനെ ചർച്ച കൊണ്ടുപോകണം. അതിൽ കൂടി ഇങ്ങനെ ചർച്ച കൊണ്ടുപോയിട്ട് ഒരു കമ്മ്യൂണിറ്റി ഡിവൈഡ് സൃഷ്ടിക്കുക. അതിൽ കൂടി ഇങ്ങനെ ഹൈന്ദവ കൺസൾട്ടേഷൻ നടത്തിയിട്ട് ആ വോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കണം. പക്ഷെ ഇവർക്ക് തെറ്റി, ആ വോട്ട് വരൂല, അത് വേറെ വൈക്കാ പോവുക. നമ്മളെ കേരളത്തിന്റെ തീരെ കളങ്കാണത്. അതായത് നമ്മളെ മറ്റേ മാനവിക എന്താണ് നമ്മുടെ മതസൗഹാർദ്ദത്തിന് ഏറ്റവും ഒരു അടിയാണ് നമ്മളെ മാറാട് എന്ന് പറയുന്നത്. അതൊന്നും നമ്മള് ഓർക്കാൻ പോലും നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഓർക്കാൻ പോലും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അതല്ല, പക്ഷെ എന്നിട്ട് പാർട്ടി സെക്രട്ടറി ഗോവിന്ദനോട് മാഷോട് ചോദിച്ചപ്പോ മാഷ് പറഞ്ഞത് അത് എന്റെ അഭിപ്രായം അതല്ല, ബാലന്റെ അഭിപ്രായം ബാലൻ പറയും, എന്റെ അഭിപ്രായം ഞാൻ പറയും, പാർട്ടിന്റെ അഭിപ്രായം ഞാൻ പറയും. ഇതിനെ കുറിച്ച് കാന്ന് പറയുമ്പോ മാറിയുമ്പോ കാന്ന് പറയും. എന്താണ് സത്യത്തിലൊന്നും ഉത്തരം കറക്റ്റ് പറയില്ല. അതായത് 4 അഭിപ്രായമാണ് അതിന്. അതിന്റെ അർത്ഥം എന്താ? തള്ളി പറഞ്ഞില്ല, പിണറായി തള്ളി പറഞ്ഞില്ല. അതാണ് ഇതൊക്കെ നമ്മൾ എവിടേക്ക് എത്തിച്ചതെന്ന് അറിയോ? ഇവരൊന്നും നിയന്ത്രിക്കാല്ല ഒരു ഞട്ടല് ക്യാപ്റ്റൻ ഇല്ലാന്നർത്ഥം. തോന്നിയവർക്ക് തോന്നിയത് പറയാം ഞങ്ങളെ പാർട്ടിയിൽ വന്നിട്ട്. ഞങ്ങളെ പാർട്ടിയിൽ അങ്ങനെ പറയാൻ കോൺഗ്രസിലും UDF-ലും പറയാൻ പറ്റില്ല എന്നില്ല. ഓല് പറയുന്നതിനൊക്കെ ഒരു ന്യായവും മറ്റേതുണ്ട്. ഈ ഇങ്ങനത്തെ ഒരു പ്രസ്താവന ഇപ്പൊ ഈ ബാലൻ പറഞ്ഞത്, ഈ വെള്ളാപ്പള്ളി മറ്റേ ഇതിനെ പോലത്തെ ഒരാളെ ഏറ്റി ഒരു UDF-കാരനാണ് നടക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ബാലപ്പ പറയണ ഈ രാഹുൽ വിഷയൊക്കെ ഇപ്പൊ പൊന്തിക്കാൻ വേറെ കാരണങ്ങളുണ്ട്. അത് കാരണം മറ്റേ ശബരിമല വിഷയം കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് CPM-ന്റെ സമുന്നതരായ നേതാക്കളാണ് ഉള്ളിൽ കിടക്കണേ. ഒന്ന് മറ്റേ പത്മകുമാർ, മുൻ ദേവസ്വം പ്രസിഡന്റും മുൻ CPM MLA നിലവില് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. പുറത്താക്കിയില്ല, നടപടിയെടുത്തിട്ടില്ല. പിന്നെ മറ്റുള്ള 2 ആൾക്കാര് നമ്മൾ വേഗം പറഞ്ഞു നിർത്തത് 3 കള്ളന്മാർ നിങ്ങളത് ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഓർമ്മിപ്പിക്കാണ്, അത് മറക്കരുത് നിങ്ങളൊന്നും കേട്ടോ. 3 കള്ളന്മാർ കട്ടിട്ടാണ്, സ്വർണ്ണം കട്ടിട്ടാണ് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത്. ഒന്ന് നീണ്ടു പോകുന്നതുകൊണ്ട് നമ്മൾ നിർത്തുന്നു. ഇനി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. എന്താ വിഷാദേ?